ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കാത്ത റേഷനറി കൊണ്ട് ഉണ്ടാക്കിയാൽ പോലും നല്ല കിടിലനാവുന്ന ഒരു റൈസ് വെറൈറ്റി പറഞ്ഞു തരട്ടെ. വെജിറ്റബിൾ കിച്ചടി. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ റൈസ് വെറൈറ്റി കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടാനും അല്ലാതെയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാനും പറ്റും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി 1 കപ്പ് കോലം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല സ്മെല്ല് ഉണ്ടാകും. ഇതിന് മട്ട അരി പോലെയുള്ള കട്ടിയുള്ള അരികൾ ഒഴിവാക്കി ഈവൻ റേഷൻ അരി പോലും നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന്റെ കൂടെ പ്രോട്ടീനായിട്ട് തുവരപ്പരിപ്പ്, മസൂർ പരിപ്പ്, ചെറുപയർ പരിപ്പ് ഇത് മൂന്നും 80 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. 1/3 കപ്പ്. എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് നേരം കുതിരാൻ വെക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു പ്രഷർ കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 4 ലിറ്ററിന്റെ. 4 ലിറ്റർ മതിയാവില്ല. കാരണം എന്താ വെച്ചാൽ അരിയും പരിപ്പും വെജിറ്റബിൾസും വെള്ളം എല്ലാം കൂടെ നമുക്ക് 1/4 ഭാഗത്തോളം മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായാൽ നിറഞ്ഞു തൂവും. അതെങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വീഗൻ ആണെങ്കിൽ നെയ്യ് ഒഴിവാക്കിക്കോളൂ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 സെന്റിമീറ്റർ നീളത്തിലുള്ള പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, 1/2 ടീസ്പൂൺ ഉലുവ മണികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ മണികൾ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തരും. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ്. അത് എരിവ് കൂട്ടില്ല, പക്ഷെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. ശേഷം നമുക്ക് ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ജീരകം ചേർക്കാൻ വിട്ടുപോയി. കുരുമുളക് ചേർത്തെടുത്ത് തന്നെ ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഒരു 80% ഉടഞ്ഞു വരുന്നത് വരെ. തോലും ഫ്ലഷും തമ്മിൽ വിട്ടുപോകൊന്നും വേണ്ട. ഏകദേശം ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു വലുതെടുത്ത് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് 2 മീഡിയം സൈസിലുള്ളത്. ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് ഒരു 1/4 കപ്പ്. പിന്നെ നമ്മൾ നിലക്കടല റോസ്റ്റഡ് ആയതോ അല്ലെങ്കിൽ പച്ചക്കുള്ളതോ ആവാം ഒരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 മുതൽ 1.5 ടീസ്പൂൺ വരെ. ചുമന്ന മുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നു. നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഗരം മസാല 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾസിന്റെ മുകളിലൊക്കെ ആ മസാലപ്പൊടികളൊന്ന് പെരണ്ട് വരുന്നത് പോലെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയില ഉണ്ടല്ലോ, അതിൻ്റെ തണ്ട് ഞാൻ കുറച്ച് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. അത് നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ ഉപ്പ് പാകത്തിന്, വേണമെങ്കിൽ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരിയും പരിപ്പുകളും ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 4 ലിറ്റർ കുക്കറാണെന്ന്. അതിൽ ഇനി വെള്ളവും കൂടി ഒഴിക്കുമ്പം ഇതൊക്കെ കൂടെ ആകെ 1/4 ഭാഗേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 600 മില്ലി വെള്ളം ഒന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ലെവൽ നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതായിപ്പം വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും കറക്റ്റ് 1/4 ഭാഗത്തോളം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കുക്കറിന്റെ അടപ്പടയ്ക്കാം വിസിലിടാതെ. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുത്താം. ഇതിനകത്തുനിന്ന് സ്റ്റീം പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം നോസിലടയ്ക്കാം. ഇതാ കണ്ടില്ലേ, സ്റ്റീം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നോസിലടയ്ക്കാം. എന്നിട്ട് 2 വിസിൽ അത്രമാത്രം മതി. ഇതാ ഇപ്പം കുക്കിംഗ് കഴിഞ്ഞു. 2 വിസിൽ കഴിഞ്ഞ് പ്രഷർ മുഴുവനായിട്ടും റിലീസ് ആയതിനു ശേഷം നമ്മൾ കുക്കർ തുറക്കുകയാണ്. ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ കുക്കർ നിറഞ്ഞുണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാ കുക്കറിന് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, നല്ല കുഴഞ്ഞ പരുവത്തിൽ. എന്നാൽ വെജിറ്റബിൾസ് ഒക്കെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് നമുക്കിതൊരു കിച്ചടി പരുവത്തിലാക്കി എടുക്കണം. ഒരു സെമി വാട്ടറി പരുവാക്കി എടുക്കണം. ഇതാ കണ്ടോ, ഇതാണ് കിച്ചടിയുടെ കൺസിസ്റ്റൻസി. ഇങ്ങനെ ആക്കി എടുക്കണം. അല്പം മല്ലിയിലയും കൂടെ തൂവി മിക്സ് ചെയ്തെടുക്കാം.
ഇനി നല്ലൊരു താളിപ്പ് കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ നെയ്യും. വീഗൻ ആണെങ്കിൽ നെയ്യ് ഒഴിവാക്കിക്കോളൂ കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വട്ടത്തിലരിഞ്ഞ 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഒരു 6-7 എണ്ണം, കറിവേപ്പില ഒരു 3 തണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു 6 മുതൽ 8 സെക്കൻഡ് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ശേഷം ആ ചൂടുള്ള എണ്ണയിലേക്ക് 3/4 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കിച്ചടിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റും വരും. അതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടി ഒന്ന് എലിവേറ്റഡ് ആവും. സ്പൈസിനെസ്സും ആഡ് ചെയ്യൂ കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്കുള്ള പോർഷൻ മാറ്റി വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. താളിപ്പ് കിച്ചടിയിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി റെഡിയാണ്. അപ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്, ഫില്ലിങ്ങും ആണ് കേട്ടോ. ഗെയിംസ് ഒക്കെ കളിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ കേട്ടോ. ഏത് നേരം വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.